ഹലോ. അങ്ങനെ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പാർട്ട് 2 വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മുടെ നെയ്വേലി ടൗൺഷിപ്പിലുള്ള ടൈപ്പ് 2 ക്വാർട്ടേഴ്സാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ കണ്ടോ, വലിയൊരു ബിൽഡിംഗാണ്. ഈ ബിൽഡിങ്ങിൽ 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ഈ 4 ക്വാർട്ടേഴ്സിനും 4 ഗ്യാരേജ്, അതായത് ബൈക്ക് അല്ലെങ്കിൽ സൈക്കിളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 4 റൂംസ്. പിന്നെ അതേപോലെ കാണിക്കാനുള്ളത് അപ്പുറത്തുള്ള ക്വാർട്ടേഴ്സ് നിങ്ങൾ നോക്കിക്കേ. ഇതുണ്ട്, ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിൻ്റെ അതുണ്ട്, താഴെയുള്ള നില കണ്ടോ, അങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ. അത് ഇവിടുത്തെ എംപ്ലോയീസൊക്കെ ചിലവരൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് വീടിനുള്ളിൽ കുറച്ചും കൂടെ സൗകര്യം കിട്ടും. പക്ഷേ നമ്മൾ CSF ഇങ്ങനെ ചെയ്യില്ല, കാരണം നമ്മളൊരു 3-4 വർഷമൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു റൂമും ഒരു ഡോറൊക്കെ ഉള്ളൊരു ഷെൽഫും ഒക്കെയാണ്. പിന്നെ നേരെ നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ അത്യാവശ്യം നല്ല വലിയ കിച്ചണാണ് കേട്ടോ. മുകളിൽ റാക്ക്, അതുപോലെ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ സൗകര്യം കുറച്ച് കൂടുതലാണ് ഇവിടുത്തെ കിച്ചൺ. നമ്മളിപ്പോൾ ഒരു 10 വർഷത്തോളം CSF ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു കിച്ചണുള്ള ക്വാർട്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഡോറില്ലാത്തൊരു ഷെൽഫ് നമ്മൾ കണ്ടു. ഇതുപോലെ ഡോറുള്ള ഒരു ഷെൽഫും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു നല്ല വലിയൊരു കിച്ചണാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം കുറച്ച് സൗകര്യം കൂടുതലുള്ളൊരു കിച്ചണാണ്. പിന്നെ അതുപോലെ അവിടെ നിന്ന് വന്നിട്ട് നേരെ നമ്മൾ പോകുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ മേലെ ഒരു റാക്കുണ്ട്. അത് നമുക്ക് പെട്ടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഡോറുള്ള ഒരു ഷെൽഫുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴക്കം ചെന്ന ക്വാർട്ടേഴ്സാണ്. ഒരുപാട് വർഷം പഴക്കം ചെന്ന ക്വാർട്ടേഴ്സാണ്. നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് ഓരോ ഫാമിലി വരുമ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നടക്കുന്നതാണ്. അപ്പം എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ അവരൊക്കെ മാറ്റി ശരിയാക്കി തരും. പിന്നെ അതൊന്ന് ബാത്റൂമാണ്. പിന്നെ വാഷ് ബേസ് വെക്കാനൊരു ഏരിയ, അതുപോലെ ടോയ്ലറ്റ്. പിന്നെ ഇത് ലാസ്റ്റ് റൂമാണ്. ഈ ലാസ്റ്റ് റൂമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇത് യൂസ് ചെയ്യാനേ പറ്റില്ല. കാരണം ഇവിടെ മൊത്തം വെള്ളം വീഴും. വെള്ളം നിറച്ച് വെള്ളം നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. പിന്നെ ഈ റൂമിൽ നിന്ന് നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ ടൈപ്പ് 2 ക്വാർട്ടറാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു. ടൈപ്പ് 3 ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടെറസിൻ്റെ ഓപ്പൺ ടെറസിൻ്റെ ഭാഗമില്ല, ഇവിടെ ഒരു റൂമും കൂടെ കാണും എക്സ്ട്രാ. പിന്നെ കുറച്ച് ചെറിയൊരു ഏരിയ ബാൽക്കണി ഉണ്ടാവും, അതായത് ഓപ്പൺ ടെറസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് സാറുമാരൊക്കെ താമസിക്കുന്ന കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ള കുറച്ച് വലിയ വീടുകളൊക്കെയാണ്. നമുക്ക് കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ഈ 4 ക്വാർട്ടേഴ്സിനും കൂടെ, അതായത് ഇപ്പോൾ 4 വീട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരൊറ്റ ബിൽഡിങ്ങിൽ. അപ്പോൾ അതിന് എല്ലാവർക്കും കൂടെ ഒരൊറ്റ കോണി, ടെറസിലോട്ട് കയറാൻ ഒരൊറ്റ കോണി ഉണ്ടാവുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബൈ.